ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ഇതാ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ചിക്കൻ തരി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാൻ ഇതുപോലെ ഇതിനു മുമ്പ് തയ്യാറാക്കിയിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ തയ്യാറാക്കി നിങ്ങൾക്കും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്കുള്ള റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ റവയൊക്കെ നന്നായിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് തണിയാൻ വേണ്ടിയിട്ട്. പിന്നെ ചിക്കന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാനുള്ള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണ് തയ്യാറാക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു ഗ്രേവിക്കുള്ള സംഭവങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കറിവേപ്പിലയും വേണം, മല്ലിയിലയും വേണം. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ എടുത്ത് അടികട്ടുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ഒന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്തൊന്നങ്ങ് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്നങ്ങ് വഴന്ന് വരട്ടെ. റവ ഇഷ്ടമില്ലാത്തവർക്കും റവ ഉപ്പുമാവ് കഴിക്കാത്തവർക്കൊക്കെ ഈ ഒരു റെസിപ്പി നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, എല്ലാവരും കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നങ്ങ് വഴന്ന് വരട്ടെ. ഇനി ഇതിലേക്ക് മുളക് പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് മുളക് ചേർക്കരുത് കേട്ടോ, എന്നാലും തീരെ കുറവാകുകയും ചെയ്യരുത്, അതിനനുസരിച്ച് ചേർക്കുക. നമ്മളിതിലേക്ക് കുരുമുളകോ ഒന്നും ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല കയ്യിലില്ലാത്തവർ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുത്ത് ചിക്കൻ വേവാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് തൈരോ അല്ലെങ്കിൽ സുറുക്കയോ ചെറുനാരങ്ങ നീരോ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ സുറുക്കയാണ് ഒഴിക്കുന്നത് കേട്ടോ. ആ സുറുക്കേൻ്റെ കുപ്പീൻ്റെ മൂടി തന്നെ 2 മൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എരിവൊക്കെ ഒന്ന് ബാലൻസായി കിട്ടുകയും ചെയ്യും കേട്ടോ. ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ചിക്കന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. നന്നായി തിളച്ച വെള്ളം, തണിയാത്ത നന്നായി തിളച്ച ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് പാകം നോക്കണം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് റവ വേകുന്ന വിധത്തിൽ നമ്മൾ ഉപ്പുമാവ് തയ്യാറാക്കുമല്ലോ അതേപോലെ തന്നെ നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ ചിക്കനൊന്നും ഉടയാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതൊരു തവണ ഉണ്ടാക്കിയാൽ പിന്നെ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. റവ ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവർ ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. എല്ലാവർക്കും താങ്ക് യു.